അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ കറൻ്റ്ലി വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മെൻ്റലി ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ് ആളുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അവർ അറ്റ് എ സെയിം ടൈം അവർ മെൻ്റലി ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ്. അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ, മുന്നോട്ട് കൊണ്ടുപോകണോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല കാര്യങ്ങളും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന അധികം രസകരമല്ലാത്ത ബാഡായിട്ടുള്ള കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളുമാണ് അദ്ദേഹം ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. ഒരുപാട് നിങ്ങൾ 24/7 നിങ്ങളുടെ കാര്യം തന്നെയാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് എ സെയിം ടൈം അവരുടെ കാര്യങ്ങളിൽ മുഴുകുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിനേക്കാളും വാല്യൂ ഈ പണത്തിനും കരിയറിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു പേഴ്സണായിട്ടാണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത്. പക്ഷേ അവരുടെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു പേഴ്സണാണ്. കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം. അത് ഇപ്പം നിങ്ങൾ എത്ര ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂ എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ എത്രയൊക്കെ സ്നേഹം, നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് സ്നേഹവും ടൈമും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിലൊന്നും എന്താ പറയുക, നിങ്ങളെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അയാളുടെ കുറച്ച് കാര്യങ്ങളാണ്. അയാൾക്ക് ഉയരണം, അല്ലെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ അയാൾക്ക് എവിടെ നിന്നാണോ ഫിനാൻസ് കിട്ടുന്നത് അതിലേക്കൊരു ചായ്വ്, അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. കൂടുതലും പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിനല്ല ഇയാൾ ഇവിടെ മുൻതൂക്കം കൊടുക്കുന്ന ആളെന്നാണ് എനിക്കിവിടെ മനസ്സിലാവാൻ കാണിക്കുന്നത്. പക്ഷേ അവർ എല്ലാം മെൻ്റലി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം കൂടുതലും. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം അവർക്ക് കൂടുതലും അവരുടെ ഹൃദയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യം തന്നെയാണെന്ന് അവർക്കറിയാം. പക്ഷേ അവർ പലപ്പോഴും ആ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നതും കാണുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായപ്പോഴാണ്, അതായത് നോ കോണ്ടാക്ട്സിലായപ്പോഴാണ് അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു വാല്യൂ മനസ്സിലാക്കുന്നത്. മേ ബി ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ചൊക്കെ ഒരു ഗിൽറ്റി ഫീലിങ്സ് അയാൾക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, അവരിൽ നിന്നും എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മേ ബി വേറൊരു തേർഡ് പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും എന്തൊക്കെയോ ആൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അയാൾ പോയിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും അയാൾക്ക് അത് അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരിക്കില്ല. അവരുദ്ദേശിച്ചൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു ബെനിഫിറ്റ്സ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അതുമൂലം അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അയാൾക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. കാരണം അവരൊന്നും അയാളുടെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാര്യം അയാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആയിരിക്കില്ല. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് നല്ല ഒരു മോറൽ സപ്പോർട്ടായിട്ടും മെൻ്റലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും ജെന്യുവനായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ കുറേ പേർക്ക് ഇവിടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അവർ മനസ്സിലാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. കാരണം ഈ ഒരു പേഴ്സണ് എത്ര എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലോ സ്നേഹത്തിലോ അല്ല, അവർ പണത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, യൂണിവേഴ്സായിട്ട് കൊടുത്ത ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ, ഒരു കണക്ഷനായിരുന്നു നിങ്ങളുടെ എന്ന് പറയുന്നത്. പക്ഷേ അവരതിനുള്ളൊരു ഇമ്പോർട്ടൻസ് അവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ഇനി അവരുടെ കാര്യത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. അവർക്ക് മനസ്സിലാവാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്പിരിച്വലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല ഇത്. നിങ്ങളുടെ പല കാര്യത്തിലും തീരുമാനങ്ങൾ ഉണ്ടാക്കാനും ലൈഫ് പർപ്പസ് എന്നൊക്കെ പറയാൻ കുറേ പേർക്ക് വേണമെങ്കിൽ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളൊരു
ഒരു സ്പിരിച്വലി ഉള്ള ബന്ധം, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് എന്നാണ് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാൻ ട്രൈ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സ്പിരിച്വലി, അതായത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണ് നടത്താനായിട്ട് പോകുന്നത്. അതിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇത് കാണുന്നുണ്ട്, ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇവിടെ എന്തായാലും കാണുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ അയാൾക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടാനായിട്ടാണ് പോകുന്നത്. അവർ സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കാതെ, നിങ്ങളെ ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിനുള്ളത് അവർക്ക് കിട്ടും എന്നുള്ളത് 100% എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയാം. കറൻ്റ്ലി അയാൾ എന്താ പറയുക, മണി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് തിങ്ക് ചെയ്യുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. മെൻ്റലി, ഞാൻ പറഞ്ഞല്ലോ, മെൻ്റലി കോൺഫ്ലിക്റ്റ് ആണ് അധികവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ചിന്തകൾ, ഓവർ തിങ്കിങ്, 24/7 നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ? ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു റിസ്കി ഫാക്ടർ ആയിരിക്കാം നിങ്ങൾക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് വേണമെന്നാണ് ഒരു എന്താ പറയുക, മുൻതൂക്കം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ അവർ നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല എന്നുള്ളത് അവർക്കും ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എന്താ പറയുക, വാട്സപ്പിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസിലും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ നന്നായിട്ട് നിങ്ങളെ എന്താ പറയുക നോക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളും അങ്ങനെ തന്നെയാണ്. അവരെ പോലെ തന്നെ നിങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാ കാര്യങ്ങളും നിങ്ങളും തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയാനായിട്ട് ഒരുപാട് വിഷമത്തിൻ്റെ ഘട്ടത്തിലുള്ളൊരു സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്ട്രഗിളിങ് പീരീഡ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മൂൺ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തിനോടും ഒരു സന്തോഷമില്ലായ്മ, അല്ലെങ്കിൽ എല്ലാം തളർന്ന ഒരു അവസ്ഥ എന്ന് അറിയില്ലേ. ഇപ്പം നിങ്ങളൊരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഉന്മേഷത്തോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. ഇനി എന്ത് ഉന്മേഷം, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്ക്. തളർന്നു പോയിട്ടുള്ളൊരവസ്ഥ, മാനസികമായിട്ട്, ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് തളർന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.